ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എങ്ങനെയാ, ഒരു മൺസൂൺ റൈഡാണ് മലപ്പുറം ടു ഊട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോട്ടോ വ്ളോഗാണ്. എങ്ങനെയാവുന്നൊരു ഐഡിയ ഇല്ല. കുറേ കാലത്ത് ആഗ്രഹമാണ് നമ്മളൊരു വീഡിയോ മോട്ടോ വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു വീഡിയോ കുറേ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഒഫീഷ്യലി വീഡിയോ പർപ്പസിന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു യാത്ര ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും പോയി നോക്കാം. മലപ്പുറം, ഗൂഡല്ലൂർ, പിന്നെ നമ്മളെ ബന്ദിപ്പൂർ വഴി ഊട്ടി, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 180 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മാത്രമല്ല, ഒരു പില്യനുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ പോകുന്നത് ഹണ്ടറിലാണ്, ഹണ്ടർ 350, നമ്മുടെ സ്വന്തം വണ്ടി. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ദിവസം സ്റ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ മൺസൂണൊക്കെ ആസ്വദിച്ചിട്ടുള്ള റൈഡാണ്. അടുത്തൊരു പമ്പ് എത്തുമ്പോൾ ഫ്യൂവല് ഫില്ല് ചെയ്യണം. ഏകദേശം ഒരു 180 കിലോമീറ്റർ ഉണ്ട് നമുക്കിവിടെ ഊട്ടിയിലോട്ട്. 180 കിലോമീറ്റർ ഒന്ന് ചില്ല് ചെയ്ത് ഓടിക്കുക, അധികം ഹറിബറി ആവാതെ. പില്ലിയനുള്ളതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് സോണിലാണ് നമ്മൾ ഡ്രൈവിംഗ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കൂടെ കാഴ്ചകളൊക്കെ കണ്ട് സെറ്റായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു യാത്ര എക്സ്പീരിയൻസ് തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും പോകെ പോകെ എന്നെ പരിചയപ്പെടുകയും അതേപോലെ തന്നെ ഈ മൺസൂൺ റൈഡ് ആസ്വദിക്കുകയും വേണം. അപ്പോൾ എന്തായാലും നമ്മൾ പമ്പിലെത്തിയിട്ട് എന്തായാലും ഫ്യൂല് ഫില്ല് ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ടീ ബ്രേക്ക് ഉണ്ട്, ചായ കുടിക്കണം. വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിക്കാതെ ഇറങ്ങിയാണ്. അപ്പോൾ ലഗേജൊക്കെ ഒന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ നമ്മൾ റൂട്ടൊന്ന് കൺഫേം ചെയ്യാൻ വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ നമ്മളിപ്പോൾ മഞ്ചേരി എത്തിയിട്ടുണ്ട്. ഫ്യൂൽ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഫ്യൂലൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു 3 മണിക്കൂർ 32 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 5:18. അപ്പോൾ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഊട്ടി എത്തും. പക്ഷെ നമ്മൾ മെല്ലെ പോണ്. പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു പോകണോണ്ട് കുറച്ചും കൂടി സമയം എടുക്കും. എന്തായാലും നമ്മൾ ഉച്ചയാകുമ്പോൾ ഊട്ടി എത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ അങ്ങോട്ട് നീങ്ങി നോക്കാം. വലിയ വലിയ വണ്ടികളുണ്ട്, കണ്ടുമാനം ലോറികളുണ്ട് ഈ റൂട്ടിൽ. അതിൻ്റെ നോക്കേ, ഇനി മഴ പെയ്തുകൊണ്ട് റോട്ടിൽ അത്യാവശ്യം സ്ലിപ്പറിയാണ്. വണ്ടി ഓടിക്കാനൊരു ചെറിയൊരു മുഷ്കിൽ. റോഡൊക്കെ വളരെ മോശമാണ് ഇപ്പോൾ. മഞ്ചേരി ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മലപ്പുറത്തുനിന്ന്. അവിടുന്ന് അങ്ങോട്ട് കുറച്ച് മോശമാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് റൈറ്റ് കാണിക്കുന്നുണ്ട്. അതെ, ഒരു പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്യൂവല് ഫില്ല് ചെയ്യാം. ഇവിടുന്ന് ഏകദേശം ഫുൾ ടാങ്ക് തന്നെ ഫില്ല് ചെയ്യാമെന്നുള്ള പരിപാടിയാണ്. ഫുൾ അടിച്ചോ? എന്തായാലും ഫുൾ ടാങ്ക് അടിക്കാം. പിന്നെ ഇപ്പം ഈ സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? എന്തായാലും ഫുള്ളായിട്ടുണ്ട്.
830 95 ആ 830. നമ്മളങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്രോളിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ലല്ലോ. ഫുൾ ടാങ്ക് ആയിക്കഴിഞ്ഞാൽ അടുത്ത റൈറ്റ് എടുക്കാൻ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ട് വരാറുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ മാപ്പ് ഉണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് ഗൂഗിൾ അമ്മച്ചീനെ അസിസ്റ്റ് ചെയ്യണത്, വേറെ ഒന്നുമല്ല. ഞാൻ മഞ്ചേരി വരെ എത്തുന്നവരെ അത്യാവശ്യം റോട്ടിൽ നല്ല വെള്ളമായിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വളരെ ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ റോഡ് കിടക്കുന്നത്. ഏകദേശം വണ്ടൂർ എത്താനായി. അപ്പോൾ ഇവിടെ മഴ അങ്ങനെ കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. എന്തായാലും മഴ കിട്ടാത്തതാണ് നമുക്ക് സന്തോഷം. കാരണം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ സീനാവും. റെയിൻകോട്ടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മഴ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ യാത്ര ആസ്വദിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. മൺസൂൺ റൈഡാണ്, മഴയൊക്കെ ഒന്ന് നനയണം. പക്ഷെ എന്നാലും നമ്മൾ തുടക്കത്തിലേ നനഞ്ഞാലേ ആകെ സീനാട്ടോ. അതാണ്. ആനൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു വെളിച്ചം ഇങ്ങനെ വെക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ പകലായി വരുന്ന ആ ഒരു സമയം, സൂര്യൻ ഉദിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ നമുക്കിങ്ങനെ ആകാശമൊക്കെ ഇങ്ങനെ വൈറ്റായി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെറ്റാണ് ഈ ഒരു സമയം. റൈഡ് മോർണിംഗ് ഇരുട്ടത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വെളിച്ചം ഇങ്ങനെ കാണുമ്പോ റൈഡിലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഒരു രക്ഷയില്ല. ഈ മൊമെന്റ്സ് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ. ആ റൈഡ് എന്താണ് റൈഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഇതാണ്. കണ്ടോ ആകാശം കണ്ടില്ലേ, വേറെ ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട് കാണാൻ. പൊളി മൂഡ്. നമ്മൾ ആ ഒരു റൈഡ് ഫീൽ കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ ഇൻട്രസ്റ്റ് ആയി. ആഹാ രക്ഷയില്ല. മൂട് പോങ്ങല്ലോ, സ്ഥലത്തിൻ്റെ പേര് പോങ്ങല്ലൂർ. ആകെ ഒരു ചെറിയ റോഡുണ്ട്, അതിൻ്റെ സെൻട്രൽ ഡിവൈഡറും ഉണ്ടല്ലോ പഠിച്ചോനെ. എല്ലാത്തൊരു കഥ. ആക്സിഡന്റ് കൂടുതലുള്ള ഏരിയ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഡിവൈഡർ കൊടുത്തിട്ടുണ്ടാവുക. സെറ്റ് പൊളി മൂഡ്. അപ്പോൾ ഈ റൈഡ് സക്സസ് ആയിട്ട് വേണം. നമ്മളെ അടുത്തൊരു റൈഡ് പ്ലാനിങ് ഉണ്ട്. അത് ലോങ് ഒരു 4-5 ദിവസത്തെ ട്രിപ്പ് പ്ലാനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു റൈഡ് വേറെ ഉണ്ട്, ഒരു വാൽപ്പാറ. അപ്പോൾ അത് കൺഫേമാണ്. വാൽപ്പാറ ട്രിപ്പ് കൺഫേമാണ്, മറ്റേത് കൺഫേം അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റെസ്പോൺസൊക്കെ അനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കാം. എന്തായാലും നമ്മൾ ചെയ്യും, പിന്മാറുന്ന പ്രശ്നമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വ്ളോഗൊക്കെ എല്ലാവരും കണ്ടു തുടങ്ങും എന്നുള്ളൊരു വിശ്വാസം മനസ്സിലുണ്ട്. അല്ല പൊളി മൂഡ്, രക്ഷയില്ല കേട്ടോ. റോഡ് ഇങ്ങനെ ആ ഒരു വണ്ടികളും കുറവ്, ആ വെളിച്ചം വരുന്നത് വേറെ ലെവല്. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട് അറിയാം. വെളിച്ചം ഇങ്ങനെ വരുന്ന നേക്ക് ബാക്കിലുള്ള പില്ലിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ 36 ഉറങ്ങിപ്പോയാലോ. ഹോട്ടലുകളുണ്ട്, പക്ഷെ നമുക്ക് നല്ല ഊട്ടി, മൈസൂർ, നിലമ്പൂർ, വഴിക്കടവ് സ്ട്രൈറ്റ് കാണിക്കുന്നുണ്ട്. ഊട്ടി ബാംഗ്ലൂർ റൂട്ട് തന്നെ കേട്ടത്. എന്തായാലും നല്ലൊരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടാൽ ഫുഡ് അടിക്കുക എന്നുള്ളൊരു ഇതിലാണ്. അതുകൊണ്ട് ചായയും കൂടിയും കുടിക്കാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത്തിരി ലിക്വിഡ് ക്യാഷ് കയ്യിലെടുക്കും വേണം. അപ്പോൾ നമ്മളൊരു ATM സർവീസും നോക്കുന്നുണ്ട്. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഗൂഗിൾ പേ, ജിപേ എല്ലായിടത്തും ഉപകാരപ്പെടണമെന്നില്ല. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്നാൽ അതും പണിയാവും.
അപ്പോൾ ഏകദേശം നേരമൊക്കെ വെളുത്തിങ്ങോട്ട് വന്നു കേട്ടോ. അത്യാവശ്യം വെളിച്ചായി. ഇനി അത്ര ലൈറ്റ് മുഖത്തേക്ക് അടിക്കുന്ന ഒരു പ്രശ്നം ഇനി ഉണ്ടാവില്ല. നേരത്തെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു, മുഖത്തേക്ക് നന്നായിട്ട് എല്ലാവരും ഹൈ ബീം ലൈറ്റിലാണ് വരുന്നത്. അത് നമുക്ക് റോഡ് അത്ര വിസിബിൾ അല്ലായിരുന്നു. ഇപ്പം എന്തായാലും ആ ഒരു വെളിച്ചം വന്നപ്പോൾ അതിലൊരു പരിഹാരമായിട്ടുണ്ട്. ഞാനേ വലത് കയ്യിൽ ഗ്ലൗസ് ഇടാൻ പറഞ്ഞു, അത് പോക്കറ്റിൽ വെച്ചു. എന്തായാലും ഇനി അടുത്തൊരു ടീ ഷോപ്പ് കാണുമ്പോൾ ചായ അടിക്കാൻ നിർത്തുമ്പോൾ ഇങ്ങോട്ടോ, അതാ നല്ലത്. അപ്പോൾ ചായ അടിക്കാൻ നിർത്തിയാണ്. അപ്പോൾ മോൻ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് മോൻ കാണിച്ച് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത് ബാക്കിൽ വൈഫുണ്ട്, വണ്ടിയുണ്ട്. ഒരു ഹോട്ടലിൽ നിന്നാണ് ചായ അടിച്ചത്. അപ്പോൾ ഒരു പൊറോട്ടയും ഒരു ചായയും കുടിച്ചു. അപ്പം എന്തായാലും ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് ഇപ്പോൾ കഴിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോണ വഴിക്കലൊന്ന് നന്നായിട്ട് ഹെവിയായിട്ട് കഴിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുക്കാം. ആർക്കറിയാം, ഹോണടി ആൾക്കാരൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ വയറൊക്കെ ഫുള്ളായി. ഒരു പൊറാട്ടയിൽ ചായയും കുടിച്ചിട്ടുള്ളെങ്കിലും സംഭവം ഓക്കെയാണ്. അല്ലെങ്കിലും ഈ കാലിപ്പൊറാട്ടയും പാൽച്ചായ ഒരു കോമ്പിനേഷൻ തന്നെ കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. എന്ത് വൈഫ് ചോദിക്കുന്നത് എന്നോടാണോ സംസാരിക്കണേ, ഞങ്ങൾ വ്ളോഗ് ചെയ്യണോ? അറിയാം, വ്ളോഗിങ്ങിലാണ് ഇപ്പോൾ കോൺസെൻട്രേഷൻ. എന്തായാലും നല്ല ക്ലൈമറ്റ് കിട്ടി കേട്ടോ. രാവിലെ മുതൽ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റാണ്. നമ്മളിപ്പോൾ ഏകദേശം 10-40 കിലോമീറ്റർ വണ്ടി റൺ ചെയ്ത് തുടങ്ങി. ഒരു കുഴപ്പമില്ലാണ്ട് നിലമ്പൂർ കഴിഞ്ഞു, നിലമ്പൂർ എടക്കര കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കണ്ടമാനം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ബസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ യാത്രക്കാർ കുറവ് കേട്ടോ ഈ റൂട്ടിൽ. കാരണം എല്ലാവരും വാൽപ്പാറ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായി നിൽക്കുന്നുണ്ട്. എല്ലാവരും വാൽപ്പാറയ്ക്ക് പിടിക്കുന്നുണ്ട്. ഓരോരോ സമയത്ത് ഓരോരോ സീസണിൽ ഓരോരോ റൂട്ടായിരിക്കും തോന്നുന്നു ആൾക്കാർ ചൂസ് ചെയ്യുക. അപ്പോൾ അതാ ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് വീക്കെൻഡിൽ എല്ലാവരും അതിരപ്പള്ളി, വാൽപ്പാറ, മലക്കപ്പാറ റൂട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് അടിച്ചിരുന്ന റൂട്ടാണ് കേട്ടോ ആ റൂട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഈ ലീവിനും എന്തായാലും അതിരപ്പള്ളി, വാൽപ്പാറ ഉണ്ട് നമ്മളെ ഷെഡ്യൂളിൽ. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വണ്ടി കുറവാണ്. അതെന്തായാലും നമുക്കൊരു ഉപകാരമായി. മൗണ്ടൻ പാസ് റെസിഡൻസി റൂംസ് ആണ്. വണ്ടികളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ റൈറ്റ് സൈഡിൽ ക്ലൗഡ് കേട്ടോ. വേറെ കളി. നമ്മളെ ചുരം കയറാൻ തുടങ്ങി, ബൈക്കുകൾ കഴിഞ്ഞു, പിന്നെ ചുരം കയറാൻ തുടങ്ങി. വേറെ വൈബ് കിട്ടുന്നുണ്ട്, സെറ്റാണ്. ഒരു പൊള്ളിയുണ്ട് റൈറ്റ് സൈഡ് ഇട്ടാ. വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ആ ഒരു ട്രിപ്പിന്റെ മൂഡുണ്ട്. ഓ മോനെ രക്ഷയില്ല റൈറ്റ് സൈഡ്. വണ്ടികളില്ല, അതേ രസം. അല്ലെങ്കിൽ ഈ റൂട്ടിൽ നല്ല തിരക്കുണ്ടാവുന്നതാണ്. ഈ റൂട്ടിൽ തീരെ ഒരു മനുഷ്യല്ല. എന്ത് പറ്റി? ആൾക്കാർ അല്ലെങ്കിൽ ഊട്ടി നാടുകാണി ചുരത്തിൽ വമ്പൻ ബ്ലോക്ക് ഉണ്ടാകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണതോ വണ്ടികൾ തീരെ കുറവ്. എന്തായാലും താഴത്ത് 2 ആൾക്കാർ ഇങ്ങോട്ട് ഇ പാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ ഇ പാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സീനില്ല.
അതിനിപ്പോൾ ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ വരുമ്പോൾ ഈ പാസ് നിർബന്ധമാണോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നാട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇന്നലെ നമ്മൾ ഈ പാസ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മോനെ താഴത്തെ ഒരു രക്ഷയില്ല കേട്ടോ, അത് കാണുന്നുണ്ടോന്നറിയില്ല. വേറെ മൂഡ് രക്ഷയില്ല. ഓൾറെഡി നമ്മൾ റൈഡിങ് ജാക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ടീഷർട്ട് ഉണ്ട്. എന്നിട്ട് ഇത്ര തണുപ്പ്. അപ്പോൾ എന്തായിരിക്കും ഇതും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നമ്മളെ വണ്ടി ഒന്ന് സൈഡാക്കി, കാരണം മഴ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഗൂഡല്ലൂർ കഴിഞ്ഞ് മൈസൂർ റോഡിന് കയറിയിട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇടയ്ക്കൊരു ചെറിയ മഴ കിട്ടി. അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായി. കാരണം ക്യാമറ ഒക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ വീണ്ടും ഒന്ന് മഴ കുറഞ്ഞപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് മൗണ്ട് ചെയ്താണ്. നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറി. ഗൂഡല്ലൂർ എത്തുന്നതിൻ്റെ ഒരു 2 കിലോമീറ്റർ മുന്നേ, 1 കിലോമീറ്റർ മുന്നേ നമുക്ക് മഴ കിട്ടി. പിന്നെ ഇപ്പോൾ നമ്മൾ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിങ്ങോട്ട് പോന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തന്നെ ക്യാമറ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറി. ഇവിടെ ഒരു കഴിഞ്ഞ് 1 കിലോമീറ്റർ ആയപ്പോൾ ഫോറസ്റ്റ് കണ്ടു. പിന്നെ എന്തായാലും മഴയൊക്കെ ഒന്നാണ് കുറഞ്ഞ് മഴയില്ല. അപ്പം പിന്നെ വീണ്ടും ക്യാമറ ഒക്കെ ഒന്ന് എടുത്ത് മൗണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 13 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് പിന്നെ ഊട്ടിയിലോട്ടാണ്. മസനഗുഡി വഴി ഊട്ടി. പ്യൂർ വെജ് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ്. വെൽക്കം. നമ്മൾ ടൈഗർ റിസർവ് എൻട്രി ആയിട്ടാണ് മുതുമലൈ. ലൈറ്റൊക്കെ കാണുമ്പോൾ ഒരു വേറെ വൈബാണ്. നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിൽ കയറിയിട്ടാണ്. ഫോട്ടോ എടുത്താലോ ചെയ്യാം. ഫോട്ടോ നമ്മളവിടുന്ന് ഫോട്ടോ എടുത്തില്ലല്ലോ. അവിടെ വണ്ടി എടുത്തിട്ട് ഫോട്ടോ എടുക്കായിരുന്നു. സ്റ്റോറി ഇടാൻ മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും ട്രിപ്പ് മുതലായി, ചെറുതായിട്ടൊന്ന് മുതലായി. നമ്മൾ വീഡിയോയിൽ കിട്ടും ചെയ്തിട്ടോ. നമ്മൾ കറക്റ്റ് ഓണാക്കാൻ തോന്നിയൊക്കെ വീഡിയോ കിട്ടി, കറക്റ്റ് വീഡിയോയിൽ കിട്ടി. ഓക്കേടാ, സെറ്റ്. ഇനി ഇതേപോലെ കാഴ്ചകൾ കാണാൻ പറ്റട്ടെ. അത് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എത്തിക്കാൻ പറ്റട്ടെ. എന്നാലാണ് നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെയാണ്. ഇത് 2 കാർ സ്റ്റോപ്പ് ചെയ്താണ്. അതേ ഒരു മാൻ നിൽക്കണം. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരവിടെ വണ്ടി നിർത്തി കേട്ടോ. അതെ. ഒരു മലക്കപ്പാറ മലക്കപ്പാറ റൂട്ട് ഏകദേശം ഇതേപോലെ തന്നെയാണ്. പക്ഷെ അത്ര വീതിയുള്ള റോഡല്ല. അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയ്ക്കുള്ള ഇച്ചിരി ചെറിയ റോഡാണ്.
ഇങ്ങനെ മാനുകളൊന്നും അവിടെ ഒരിക്കലും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടെ കൂടുതലായിട്ട് കാണുന്നത് ആനയാണ്. ആനേനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അല്ലാതെ മാന് മറ്റുള്ള ജീവികളെ, മാവിനെ കാണാം, ആനേനെ കാണാം എന്നല്ലാതെ വേറെ ഉള്ള ജീവികളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പൊളി മൂട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും ക്ലൈമറ്റ് നമുക്ക് ഫേവർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ചെറിയൊരു മഴ അല്ലാണ്ട്, ചാറ്റൽ മഴ അല്ലാണ്ട് വേറൊരു തരത്തിലുള്ള വെതർ നമുക്ക് ദോഷം ചെയ്തിട്ടില്ല. ഇതൊക്കെ കുട്ടികളൊന്നുമല്ല. കുട്ടികൾ അതിനും ചെറുതാവില്ലടാ. മാൻ അത്രയൊക്കെ സൈസേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ചിലത് കുറച്ചും കൂടി സൈസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം നമ്മളൊരു വയേർഡ് മൈക്കാണ് നമ്മളെ ഗോപ്രോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ചില വീഡിയോസിനൊരു സ്റ്റക്കല്ല, ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു വേറൊരു സൗണ്ട് നോയ്സ് കയറി വരുന്നുണ്ട്. പിന്നെ ചില വീഡിയോസിന് അതില്ല. ഞാനൊന്നും കൂടി ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ മൈക്ക് കണക്ട് ചെയ്ത്. എന്തെങ്കിലും ലൂസ് കണക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് അങ്ങനെ. എന്തായാലും ഞാനത് പരിഹരിച്ചാണ് വീണ്ടും മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്നൊരു ഐഡിയ ഇല്ല. നല്ല ക്ലിപ്സ് കിട്ടട്ടെ, എന്നാലാണ് നമുക്ക് നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല വൈബ് മൂഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. മോനെ രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ബ്രേക്ക് ഉണ്ട്. അത് നല്ലതാണ്. കാരണം ഓവർ സ്പീഡ് പ്രശ്നമാണ്. കാരണം വന്യജീവികൾ മുന്നോട്ട് ചാടിയാൽ അത് സീനാവും. മുൻകൂട്ടം ഇഷ്ടംപോലെ മാൻകൂട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാണ് ഈ റൂട്ടിൽ അടിപൊളി അതാട്ടോ. നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ സംഭവം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഊട്ടിക്ക് ഒരു പോകുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ റൂട്ടാണ്. ഇതേ ആന, എൻ്റെ മോനെ ആന നോക്ക്. ആനയ്ക്കിങ്ങ് സൂക്ഷിച്ചിട്ടുണ്ടോ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കണ്ടോ? അവിടെ ആനകളുണ്ടോ? ഇത് വളർത്തുന്നതാണോ കേട്ടോ. അതായത് ആന സങ്കേതം തോന്നുന്നുണ്ട്. കണ്ടോ? കാണുന്നുണ്ടോന്ന് അറിയില്ല. ദേ അവിടെ ആ കാണുന്നത് ആനേനെ എന്തോ ആനകളുണ്ട് അവിടെ ഇഷ്ടം പോലെ. കാട്ടാനകൾ, ഈ കുംക്കി ആനകളാ തോന്നുന്നുണ്ട്. കണ്ടോ? അവിടെയൊക്കെ ഉണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഒരു 4-5 ആന ഉണ്ട് കേട്ടോ. മോനെ വീഡിയോ ഒക്കെ ക്ലിയറായി കിട്ടിയാൽ മതിയായിരുന്നു. ഉണ്ട്, അവിടെ ഉണ്ട്. എത്രങ്ങാനും ആനയല്ലേ നോക്ക്, ഒരു രക്ഷയില്ല. എത്ര ആനേനെ കണ്ടു? ഒരു 5-8 ആന അവിടെ ഉണ്ട്. പൊളി മൂട്. റോട്ടിലേക്ക് ഇറങ്ങാണ്ടിരുന്നാൽ മതി. അതന്നെ, റോട്ടിലുണ്ടാവാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ ഓക്കെയാണ്. മുട്ടിന് സ്പീഡ് ബ്രേക്കാടെ, അതാണ് വലിയൊരു സീൻ. ഇതേ നിൽക്കുന്ന ആന എന്തുവാടി ഇവിടെ ഇത്ര തോന്നെ ആനകൾ.
ഇഷ്ടംപോലെ ആനകളുണ്ട് കേട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ല. ആരും വണ്ടിയൊന്നും നിർത്തി അങ്ങനെ സ്പോട്ട് ചെയ്യണമൊന്നുമില്ല. ഇഷ്ടംപോലെ ഇതൊന്നും ഇത് ഇവർ ഈ ഫോറസ്റ്റിൻ്റെ തന്നെ വളർത്തുന്നതാവാം. മാൻ ഉണ്ടോ? കുറേ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് പുറത്തുനിന്നല്ല. കഴിഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് അവിടെ മൂത്രം കഴിക്കാം. ഫോറസ്റ്റ് കൂടി ബൈക്ക് ഓടിക്കാന്ന് പറഞ്ഞാൽ വേറെ മൂടാട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ കുറേ പറയണു ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഒരു രക്ഷയില്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ഒരു റൈഡ് എൻജോയ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടോക്കാണത്. അധികം വണ്ടികളില്ല, അതുകൊണ്ട് നമുക്ക് കുറേ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോവാട്ടോ, ഒരു രക്ഷയില്ല. റെയിൻ കോട്ട് ഊരിയിട്ടില്ല. റെയിൻ കോട്ട് പോരാന്ന് പറഞ്ഞിട്ട് അവിടെ ആ ജംഗ്ഷനിൽ നിന്ന് ഊരിയതുമില്ല. ഇനിയിപ്പോൾ ഈ ഫോറസ്റ്റിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സീൻ ഉണ്ടോയെന്ന് അതും അറിയില്ല. രണ്ട് സൈഡിലും നല്ല വൈബ്. അല്ലെങ്കിൽ ബൈക്കിൽ നമ്മൾ കാറിലോ വേറെ ഏതെങ്കിലും വാഹനത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ബൈക്കിൽ പോകുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് കിട്ടൂല. നമ്മൾ കാറിലോ ബസ്സിലോ ബൈക്കിൽ പോകുന്നൊരു ഫീല് അത് ഏത് വണ്ടിയിൽ വന്നാലും നമുക്ക് ആ ഒരു വൈബ് തൊട്ടറിഞ്ഞ് ഓടിക്കാൻ പറ്റിയ റൂട്ടാട്ടത്. പ്രത്യേകിച്ച് ബൈക്കേഴ്സിന് ഇഷ്ടപ്പെട്ട റൂട്ട്. ഹലോ ഗൈസ്, നമ്മളെ സെക്കൻഡ് ടൈം ടീ ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ വരുന്ന റൂട്ട് ബന്ദിപ്പൂരിൽ നിന്ന് അങ്ങോട്ട് കയറി, ഗൂഡല്ലൂരിൽ നിന്ന് കയറി പിന്നെ ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈറ്റ് കട്ട് ചെയ്തിട്ട് ഊട്ടിയിലേക്ക് റോഡുണ്ട്, മസനഗുഡി വഴി. അപ്പോൾ ആ റൂട്ടിലാണ് കയറി വരുമ്പോൾ ഒരു സഫാരി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് നമ്മൾ ബാക്കിൽ കാണാം, ഒരു ഹോട്ടൽ. അവിടെ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. കുഴപ്പമില്ല, അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നുമല്ല, ഫുഡും ഒരു ഓക്കെയാണ്. കയറി പെടാതിരിക്കുക. പിന്നെ അത്ര വിശപ്പും ബാത്റൂം പോകാനുള്ളൊരു അർജൻറ്റും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിത് ചൂസ് ചെയ്ത്, വേറെ ഒന്നുമല്ല. അപ്പോൾ അതേ ബാക്കിൽ വണ്ടിയും വൈഫൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്മളൊരു ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, അവിടെ ചെളിയൊക്കെയുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ മൈക്ക് അത്ര ശരിയല്ലാത്തതുകൊണ്ട് അധികം വോയിസ് ഒന്നും കിട്ടാൻ നല്ല ബുദ്ധിമുട്ട്.
അത് നന്നായിട്ട് ബുദ്ധിമുട്ടി. ഒരു വേറെ നോയ്സ് കയറി വരുന്നുണ്ടായിരുന്നു. അതത്ര ചില ക്ലിപ്സൊക്കെ നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ചെക്ക് ചെയ്തപ്പോൾ. എന്തായാലും ഓക്കെയാണ്, നമുക്ക് നേരെ ഊട്ടി പിടിക്കാം. അപ്പോൾ കുറേ വന്യമൃഗങ്ങൾ നമ്മൾ സ്പോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അത് നന്നായി, കുറേ വന്യമൃഗങ്ങൾ നമ്മൾ സ്പോട്ട് ചെയ്തു. പക്ഷെ അതൊക്കെ വീഡിയോ എടുത്തപ്പോൾ കുറേ വിൻഡ് നോയ്സ് വന്നിട്ടുണ്ട്. എന്തായാലും വോയിസ് ക്ലിയർ ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. ബാക്കിയൊക്കെ ഓക്കെയാണ്. എന്തായാലും ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു ഊട്ടിക്ക്. എന്തായാലും പോയോക്കിയിട്ട് കാണാം. നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം.